മന്ത്രിയെ രക്ഷിക്കാനോ തന്ത്രിമാർക്കെതിരായ നീക്കം. തന്ത്രി കുടുംബത്തിനെതിരായ എ പത്മകുമാറിന്റെ മൊഴി ആസൂത്രിതമെന്ന് സംശയം. തന്ത്രിമാരെ സംശയനിഴലിൽ നിർത്തി രാഷ്ട്രീയ നേതാക്കളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നീക്കമെന്നാണ് വിമർശനം. ശബരിമലയിൽ ആചാരലംഘനമുണ്ടായപ്പോൾ തന്ത്രി നടയടച്ച് ശുദ്ധികലശം നടത്തിയത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള പത്മകുമാറിന്റെ മൊഴി അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രികപരമായ കാര്യങ്ങളിൽ അവസാന വാക്കായി കരുതുന്ന തന്ത്രിമാർക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചത് ആസൂത്രിത നീക്കമെന്നാണ് സംശയം. തന്ത്രി കണ്ഠരർ രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുവാദം നൽകിയെന്നും മൊഴിയുണ്ട്. ക്ഷേത്ര ഊരാഴ്മ സ്ഥാനവും യജമാന സ്ഥാനവുമുള്ള ബോർഡ് നിർദ്ദേശിച്ചാൽ അത് ചെയ്യുന്നതിനുള്ള കടമ തന്ത്രിക്കുണ്ടെന്ന വസ്തുത മറച്ചുപിടിച്ചാണ് പത്മകുമാറിന്റെ മൊഴി. വിശ്വാസികൾ വലിയ ആദരവ് നൽകുന്ന തന്ത്രിമാർ ശബരിമലയിലെ കൊള്ളയ്ക്കും ക്രമക്കേടുകൾക്കും പിന്തുണ നൽകിയെന്ന് വരുത്തി തീർത്താൽ ഭക്തരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയും. ഇങ്ങനെ തന്ത്രി കുടുംബത്തിൽ കുറ്റം ചാരി രക്ഷപ്പെടാൻ പത്മകുമാർ നടത്തിയ നീക്കമാണ് മൊഴികളെന്ന് വിലയിരുത്തപ്പെടുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നീക്കമെന്നും വിമർശനമുണ്ട്. തന്ത്രിമാരെ കൂടി സംശയനിഴലിൽ നിർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന പ്രത്യേക സംഘവും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. യുവതി പ്രവേശന വിവാദ കാലത്ത് ശബരിമലയിൽ ആചാര ലംഘനമുണ്ടായപ്പോൾ കണ്ഠരർ രാജീവർ നടയടച്ച് ശുദ്ധികലശം നടത്തിയിരുന്നു. ദേവസ്വം ബോർഡിന്റെയോ ഇടത് സർക്കാരിന്റെയോ അനുമതിയില്ലാതെ തന്ത്രി നേരിട്ടായിരുന്നു ശുദ്ധികലശം നടത്തിയത്. രാജീവരുടെ ഈ നീക്കം അന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായും മാറിയിരുന്നു. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാതിരുന്ന തന്ത്രിക്കെതിരെ അന്ന് പത്മകുമാർ അടക്കമുള്ള ഇടത് നേതാക്കൾ പരസ്യമായി വിമർശനമുയർത്തിയിരുന്നു. അതേ പത്മകുമാറാണ് തന്ത്രി പരിചയപ്പെടുത്തിയതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചതെന്ന മൊഴി നൽകിയതെന്നതും വൈരുദ്ധ്യമാണ്. ജനം, തിരുവനന്തപുരം.